ചൈനയെ മഹത്തരമാക്കാനുള്ള ദൗത്യത്തിലാണോ ട്രംപ്? സംശയിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരുമെന്നും അമേരിക്കയുടെ മഹത്വം വീണ്ടെടുക്കുമെന്നും വാഗ്ദാനം ചെയ്ത് അമേരിക്ക ഫസ്റ്റ് അജണ്ടയുമായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ നയങ്ങൾ അമേരിക്കയേക്കാൾ ചൈനയെ സഹായിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. US ഒരു പടി പിന്നിലേക്ക് ഇറങ്ങുമ്പോൾ 2 പടി മുന്നിലേക്ക് എന്നാണ് ചൈന. ലോകത്തെ തന്റെ മുൻനിര ശക്തിയാകാൻ ചൈന വർഷങ്ങളായി അമേരിക്കയുമായി മത്സരിക്കുകയായിരുന്നു. ലോകത്തിന്റെ ഉൽപാദനത്തിൽ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം വ്യവസായങ്ങളിലുടനീളം വിതരണ ശൃംഖലയുടെ കേന്ദ്രമായി മാറി. ഭൂരിഭാഗം അപൂർവ ഭൂമിധാതുക്കളും സുരക്ഷിതമാക്കിയ ശേഷം ചൈന ലോകമെമ്പാടും പ്രധാനമായി ഇൻഡോ പസഫിക്കിലെയും ഏഷ്യയിലെയും വികസ്വര രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തി. അമേരിക്ക ഫസ്റ്റ് എന്ന തന്റെ ദേശീയവാദ നിലപാടിന്റെ ഭാഗമായി ട്രംപ് ലോകവേദിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഈ മേഖലകളിലേക്ക് മാത്രമല്ല US ഇടപെടൽ കുറയ്ക്കുന്ന ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിലേക്കും ആഴത്തിലുള്ള കടന്നുകയറ്റം നടത്താൻ ചൈനയ്ക്ക് അവസരമുണ്ട് എന്നതാണ് വാസ്തവം. യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും UN ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും US പിൻവാങ്ങുന്നത് ഇൻഡോ പസഫിക് മേഖലയിലേക്കുള്ള വിശാലമായ പുനഃക്രമീകരണത്തിന്റെ ഭാഗമാണെന്ന് ട്രംപിന്റെ ഭ്രമണപഥത്തിലുള്ളവർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇത്തരമൊരു സമീപനം തെറ്റായ ദിശയിലാണെന്നും ചൈനയെ ശാക്തീകരിക്കാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായമുണ്ട്. USAID പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ സുരക്ഷയോടുള്ള പ്രതിബദ്ധത കുറച്ചുകൊണ്ട് യൂറോപ്പിലും ആഫ്രിക്കയിൽ മാനുഷിക സഹായം വെട്ടിക്കുറച്ചും പ്രസിഡന്റ് ട്രംപ് പിൻവാങ്ങുമ്പോൾ ചൈന ഈ മേഖലകളിലേക്ക് വ്യാപനം നടത്തുമെന്നാണ് സൂചന. അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് തന്റെ 2ാം ടേം US വിദേശ നയത്തിന്റെ അടിസ്ഥാനപരമായ പുനഃക്രമീകരണം കൊണ്ടുവരുമെന്ന് സൂചിപ്പിച്ചിരുന്നു. USന്റെ മുൻനിര എതിരാളികളായ ചൈനയേക്കാൾ കൂടുതൽ താരിഫ് അയൽക്കാർക്കും സഖ്യകക്ഷികൾക്കും ചുമത്തുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. തീവ്രമായ താരിഫ് യുദ്ധം രാജ്യങ്ങളെ ചൈനയിലേക്ക് നയിച്ചേക്കാം. അമേരിക്കക്കാരെ പ്രചോദിപ്പിക്കുന്ന ചൈനയുടെ സ്വന്തം ടിക്ടോക്കിനെ രക്ഷിച്ച അതേസമയം സഖ്യകക്ഷിയായ ഡെൻമാർക്കിനെ ആക്രമിക്കുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തി. യൂറോപ്യൻ സഖ്യകക്ഷികളെ ആക്രമിക്കാൻ റഷ്യയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഭീഷണിയുമുണ്ട്. ഈ നിലപാടുകളിലൂടെ റഷ്യയും ചൈനയും ഇപ്പോൾ ശത്രുക്കളല്ല. പകരം യൂറോപ്യൻ സഖ്യകക്ഷികളും അയൽക്കാരായ മെക്സിക്കോയും കാനഡയും എതിരാളികളുമായി. ഡെൻമാർക്കിലെ ഗ്രീൻലാൻഡ് ദ്വീപ്, പനാമ കനാൽ, കാനഡ, ഗാസ സ്ട്രിപ്പ് എന്നിവ അമേരിക്ക കൂട്ടിച്ചേർക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. പതിറ്റാണ്ടുകളായി ഏഷ്യയിലും ഇൻഡോ പസഫിക്കിലും ചൈനയുടെ വിപുലീകരണ അജണ്ടയെ എതിർക്കുന്നതിൽ അമേരിക്ക ഇന്ത്യക്കൊപ്പം നിന്നിരുന്നു. ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ അക്സായി ചിൻ, രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ അരുണാചൽ പ്രദേശ് എന്നിവയുൾപ്പെടെ നിരവധി ദ്വീപ് ശൃംഖലകളും നിരവധി രാജ്യങ്ങളുടെ പ്രദേശങ്ങളും എന്തിനേറെ മുഴുവൻ ദക്ഷിണ ചൈന കടലും ചൈന അവകാശപ്പെടുന്നു. സ്വയം ഭരിക്കുന്ന തായ്വാൻ ദ്വീപ് ചൈന അവകാശപ്പെടുന്നു. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അതിനെ പ്രധാന ഭൂപ്രദേശവുമായി ഏകീകരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും 2027ഓടെ തായ്വാൻ അധിനിവേശത്തിനും കീഴടക്കലിനും തയ്യാറായിരിക്കാൻ പ്രസിഡന്റ് ഷി ജിൻപിങ് ചൈനീസ് സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്തായാലും അമേരിക്ക ഇപ്പോൾ സഞ്ചരിക്കുന്ന പാതയിൽ ട്രംപും ഷിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ വ്യത്യാസമില്ല എന്നേ പറയാനുള്ളൂ. സഖ്യങ്ങൾ ഉപേക്ഷിച്ച് ട്രംപ് സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിക്കുമ്പോൾ എതിരാളികൾ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതത്ര പ്രായോഗികമായൊരു സമീപനമായിരിക്കില്ല. സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ച് COVID-19 പാൻഡമിക് പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നിവയുമായി ചേർന്ന് ചൈന US വിരുദ്ധ വെസ്റ്റ് ബ്ലോക്ക് വിരുദ്ധ കൂട്ടായ്മ രൂപീകരിച്ചു. യൂറോപ്പിൽ റഷ്യ മുന്നിട്ട് നിൽക്കുന്നു. ചൈന, ഇറാൻ, ഉത്തര കൊറിയ എന്നിവയുടെ പിന്തുണയും ആയുധങ്ങളും വെടിക്കോപ്പുകളും വ്യാവസായിക സപ്ലൈകളും ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളും സൈനികരും വരെയുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാൻ മുന്നിട്ട് നിൽക്കുകയും റഷ്യയും ചൈനയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇൻഡോ പസഫിക്കിലാകട്ടെ ചൈന മുന്നിട്ട് നിൽക്കുകയും മറ്റു പങ്കാളികൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ അവയൊന്നിൽ നിന്നും പിന്മാറാൻ അമേരിക്കയ്ക്ക് സാധ്യമല്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ചൈനയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വിജയവുമായിരിക്കും. അവിടെയും ട്രംപ് ചൈനയ്ക്ക് വിജയിക്കാനുള്ള വഴി തെളിയിക്കുന്നു. ശരിക്കും കോൾഡ് വാറിന് ശേഷം ലോകം അമേരിക്കയുടെ അധീനതയിലായിരുന്നു. പക്ഷേ USന്റെ പല നീക്കങ്ങളും പിൻവാങ്ങലുകളും ചൈനയുടെ ആഗോള അഭിലാഷങ്ങൾ നിറവേറ്റാൻ സഹായകമാകും. അങ്ങനെ ചൈനയെ വീണ്ടും മഹത്തരമാക്കാനും ചൈനയെ മിഡിൽ കിങ്ഡം എന്ന് വിളിക്കപ്പെടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനും ഷി ജിൻപിങ്ങിനെ സഹായിച്ചേക്കാം.